വേലായുധനാണ് വരുന്നത്. അവൻ വന്നപ്പോഴേ തുടങ്ങി നാട് വിട്ട് ഇവിടെ അവനെ കൊണ്ടുവന്ന ശല്യം. ഇപ്പൊ വന്നപ്പോ തുടങ്ങി കയറ്റാൻ നല്ല ഫിറ്റാണ്. അവനോട് കയറ്റി വിടണ്ടാട്ടോ ഓരോരുത്തർ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാക്കോ മാഷ് എത്തിയിട്ടുണ്ട്. വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഏതായാലും പരിപാടിക്ക് ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ. നീ എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? എന്റെ പാന്റ് ഷർട്ട് എവിടെ? പാന്റും ഷർട്ടും പ്ലെയിനിൽ കയറുമ്പോ മാത്രം ഇട്ടാൽ മതി എന്നല്ലേ പറഞ്ഞു നിങ്ങൾ? എടാ അങ്ങനെ ഊരിടാ പറഞ്ഞു. തോന്നിയ വേഷത്തിലൊക്കെ കയറി വരത്ത്. കേരള അല്ല, അത് ലണ്ടനാ. അത് ലണ്ടൻ കുറച്ച് തുണി ഞാൻ എടുക്കാൻ പറ്റും. ഇവിടെ ട്രാവൽസർ വരെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ വേലായുധ, അത് ട്രൗസർ അല്ല, ബർമുഡയാണ്. ബർമോഡന്റെ പിന്നെ അഴിച്ചാ പിന്നെ ഉടുക്കാം. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന്? സർക്കസ് കളിക്കാൻ. സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ട്. സർക്കസ് കളിക്കാനാ? എടാ, ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അതും ഇതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും അല്ലേ നിന്നെ കൊണ്ടുവന്നൊരു സഹായത്തിന്. രണ്ടിപ്പോ ഞാൻ ചെയ്യാത്ത അത് മാത്രമല്ല, ഞങ്ങളിവിടെ സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ? പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ചാനൽ ഇവിടെ കളിക്കാൻ പറ്റുമോ? നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലം അത്. ഇത് കേരള അല്ല, അത് ലണ്ടനാ. അത് കുറെ നേരം ഞങ്ങൾ ഇത് ലണ്ടൻ എന്ത് ലണ്ടനത്? ഒരു കള്ള് ഷാപ്പ് ഉണ്ട് അവിടെ, പുറത്തേക്ക് ഇറങ്ങിയാ മനുഷ്യന്മാർക്ക് മര്യാദക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും കൂടി പറ്റില്ല. പ്രാവശ്യം വന്ന കുട്ടികൾ ഒരു ഇംഗ്ലീഷ് അറിയുള്ളൂ. ഒന്നാം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയിക്കോ, നീ നാട്ടിലേക്ക്. അതെ, ഞാനേ പൂവൻ ഒന്നാമത്തെ നിങ്ങളുടെ അടുത്ത് നിൽക്കല്ലെങ്കിലേ ഇതുവരെ പണ്ടാ കാശും കെട്ടിയ. എടാ, ഞാൻ എല്ലാം ശരിയൊക്കെ കാശും തരാം. നീ ഇപ്പൊ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോ. സ്റ്റേജിന്റെ പിന്നിലൊന്നും പോകാൻ പറ്റില്ല. അവിടെ സിനിമ നടന്മാരും ഒക്കെ ഇരിക്കുന്നു. നിറയ്ക്കുകളല്ല ആകെ പരിചയമുള്ളൂ. എന്നാ അവിടെ ഒരു അരികിൽ നിൽക്കാം. അവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആളാ. അപ്പൊ ഈ വക സഹായങ്ങൾക്ക് വേലായുധനിൽ പറ്റുമെന്ന് കരുതി കൊണ്ടുവന്നാണ്. നിങ്ങളൊന്നും ധരിക്കരുത്. അതെ, ബർമൂഡ് മാത്രം ധരിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഇവിടെ ഡോളറുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രഗത്ഭ പ്രാസംഗികനായിരുന്നു. 6-7 വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ മാഷ് ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ്. എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും. നമസ്കാരം. ശരി, എന്ന് പറഞ്ഞപ്പോ പണിയെടുത്ത കാശാ ചെയ്യാൻ എത്ര നേരം അത്. മാഷ ആരെയും വിളിക്കണ്ട, അവരിങ്ങോട്ട് കയറി കൊണ്ട് വരും. മാഷ ഈ ബപ്പ എന്ന് പറയല്ലേ, വല്ല കോഴിയും കയറി കൊണ്ട് വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴാ കഴിയാണ്ടാവോ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണുറക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞ അവിടെ നിന്ന് നിർത്തരുത്, ആൾക്കാർ തെറ്റായിരിക്കും. ഊണുറക്കൊഴിച്ച് നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൂക്കണ്ട കുട്ടികളെ, കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പൂക്കളും പൂക്കളും അതുപോലെ തന്നെ കുട്ടിയോളും. ഞാൻ പറഞ്ഞോളാം മാഷെ, പൂക്കളും കുട്ടികളും അത് രണ്ടും ഇനി പറയണ്ട ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഈ മൈ ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു. നന്ദി നമസ്കാരം. നന്നായി പോടാ കുടിയാ. മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി. നീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ടിരിക്കാനുള്ള അവിടെ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, നാട്ടുകാർ കയറിയപ്പോ തിരുത്തിയായിരുന്നു. ഇവിടെ നീ ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് സ്റ്റേജിന്റെ ബാക്കപ്പൊക്കെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങാൻ. കലാപരിപാടി എന്നാ ആദ്യം സർക്കസ് ചെയ്തോളാം. എന്നാ ഞാൻ ഉടനെ ഞാൻ പറഞ്ഞില്ലേ വേല, ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് കേരളല്ല, ലണ്ടനാണിത്. ഇങ്ങനെ എന്ത് വർത്താനം ഈ പറഞ്ഞു? ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് കെട്ടിച്ചൊന്ന് കൊണ്ടുവന്നിട്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയെന്നേ. അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാൻ ഇപ്പൊ പറ്റില്ല. അവിടെ ഇറങ്ങിയേക്ക്. ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ. അതെ പ്രഭാരേട്ടാ, ഡാൻസ് നടക്കില്ല. അവന്റെ സർക്കസ് നടക്കട്ടെ. ഇതൊന്നും നടക്കണ കാര്യമില്ല. ഞങ്ങൾ എന്റെ സർക്കസ് വെച്ചേ സർക്കസ് കളിപ്പിക്കും. പ്രിയമുള്ളവരെ, എന്തായാലും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നയിക്കുന്ന ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വേലായുധന്റെ സർക്കസ്. അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. സുഹൃത്തുക്കളെ, നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും இந்த மாதிரி ஒரு
ഇത് സർക്കസിൽ എന്ത് ചിരിക്കും നിങ്ങള്? പറയാറില്ല കാണിച്ച പോലെ പറയാങ്ങനെ പറ്റുള്ളൂ. അത് തമിഴില് പറയാൻ കിട്ടണ്ടേ? നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലല്ലേ, വേറെ എവിടെ ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന സർക്കസ് നോക്കണം. ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഒരു ഞങ്ങളതൊക്കെ പറയാറുണ്ട്, നിങ്ങളൊന്നും ഉണ്ടായില്ല പണ്ടാറൊക്കെ. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തിന് നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന ഇത് നോക്കണം. അതെ, ഇവിടെ വന്നേ. ഒരാള് സഹായത്തിന് വേണം എനിക്കിവിടെ. വേലായുധന് സഹായത്തിന് ഏതെങ്കിലും ഒരു കുട്ടി കൊണ്ട് കടന്നു വരും. ഏതെങ്കിലും കുട്ടി നിങ്ങൾ നിന്നാ മതി. നിങ്ങളെ ഒരു പണിയില്ലാണ്ട് നിൽക്കണം ഇവിടെ. എനിക്ക് സർക്കസ് അറിയില്ല. വേലായുധ നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കൊണ്ട്. നിന്നാ മതിയാ, വെറുതെ സഹായത്തിന് നിന്നാ മതി. ഇതാ അതെ, ഇങ്ങോട്ട് വന്ന ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്ത് തരഞ്ഞിട്ടാ ഈ വെള്ളം. സുഹൃത്തുക്കളെ, ഒരു ഇപ്പൊ പൊന്തിക്കണ്ട പറഞ്ഞിട്ട് കാട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ വെറുതെ. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം ഇതാ നോക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഞാൻ പറയുമ്പോ ബക്കറ്റ് എടുക്ക്. സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഈ ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം നിന്നെപ്പിൽ നമ്മുടെ പ്രഭാകരേട്ടൻ കുടിച്ചു വറ്റിച്ച് കാണിച്ചു തരും. എല്ലാവരും കൈയടിക്കേ. ആര് കുടിച്ചു വറ്റിക്കണേ? അത് നിങ്ങള്. അപ്പൊ ആരുടെ സർക്കസ് കളിക്കണേ? ഞാൻ കുടിക്കാൻ നിന്നാ നിനക്ക് എന്താ പണി? എനിക്ക് പറയാൻ നിൽക്കണ്ടേ? നീ പറയാൻ നിന്ന് ഞാൻ കുടിക്കല സർക്കസ്. നിങ്ങള് അതെ അങ്ങനല്ല, കുറേശ്ശെ കുടിച്ചാൽ മതി. ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. എനിക്കൊരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം മതിയടാ. നിങ്ങൾ പറയുന്നേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരു ഇത്തിരീശ് ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. എവിടേക്ക് പോണിയാള് പണ്ടാറ ഞാൻ പറയുമ്പോഴത്തേക്കും. നിങ്ങൾ കുടിക്കണ്ട, നിങ്ങൾ വന്നേ. നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോണ്ട്. ഞാൻ കുടിച്ചോണ്ട് കുഴപ്പമില്ല. നീ കുടിച്ചോ, ഞാൻ വലിച്ചടക്കരുത്. സുഹൃത്തുക്കളെ, ഇതാ ഒരു ഇത്തിരീശ് കുടിക്കാൻ പറ്റില്ല. എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി പറ്റില്ലല്ലോ. വേണ്ട, പറ്റില്ല എന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഞാൻ വേറൊരു മാജിക് കാട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക്? അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നെ വലിച്ചടക്ക. വേണ്ട, നിങ്ങൾ വേണ്ട, ഒരു മാജിക് കാട്ടാ. ആദ്യം ഒരു ടവലിങ് തന്നെ. അതൊക്കെ ചോദിച്ചു. സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക്. ഇതെന്തത് സാധനം? ഇത് നാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ. സുഹൃത്തുക്കളെ, ഇതാ ഒരു വാച്ച് കൊണ്ട് കേട്ട്. ഒരു പൊട്ട വാച്ച് മതി ഇങ്ങോട്ട് ഊരത്. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഇതാ നോക്കണം. ഒരു ടവലിന്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച്. ഇതാ നിങ്ങൾ ഒരു കല്ലിങ്ങോട്ട് എടുത്തേ. ഒരു കല്ലിങ്ങോട്ട് എടുത്തിട്ട് വാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമായി. ഒരു ചാൻ വയറിന് വേണ്ടി ഈ ടവലിന്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം. നിങ്ങളുടെ മുമ്പിൽ വെച്ച് എല്ലാവരും ഒന്ന് കയ്യെടുത്തേ. മതി 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 മതി, അവിടെ ഇരിക്കട്ടെ, കാണിച്ചതാന്ന് പറഞ്ഞില്ലേ. സുഹൃത്തുക്കളെ, അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും കുഴപ്പമില്ല, അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. ഒരു ട്രിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇരുമ്പിൻ്റെ വളയങ്ങളുടെ അടുത്തേ. ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്നൊരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. എവിടേക്കാ പോണ്? ആരുടെ ഈ രണ്ടാള്? ഞാനും. അപ്പൊ വേല ഇത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല. നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ. രണ്ടാളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ സർക്കസ് കാട്ടുന്നു. നിങ്ങൾ അവിടെ നിന്ന് സഹായത്തിന് നിന്നാ മതി എന്ന് പറഞ്ഞില്ലേ. ഇതാ ഈ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഒരു കയറിന്റെ ഉള്ളിൽ കൂടെ. ഒന്നാമത്തെ പണ്ടാറയുടെ ഞാൻ ബാഗ് എവിടെയും വെക്കുമോ? 15 വയസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഇതാ നോക്കണം. അങ്ങനെ പറ്റുമോ? രണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറണമെങ്കിൽ വന്നത്. ഞാൻ കാണിച്ചോളാം, നിങ്ങൾ കാട്ടിന് പറഞ്ഞു തന്നാൽ മതി. സുഹൃത്തുക്കളെ, ഇതാ നോക്കണം. ഒരു ചാൻ വയറിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. അവിടെ ഇരിക്കും. സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വരത്തെ തിക്കിൻ്റെ അരക്കുണ്ടാക്കല്ലേ, പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇതാ നോക്കണം. ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. ഇതാ കുത്തി കയറില്ല, ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. നിങ്ങളുടെ വലത്തെ കൈ, ഇതിൻ്റെ വലത്തെ കൈ ഇടത്ത് വലിച്ചറിയില്ല നിങ്ങൾക്ക്. പോ നീ നിൽക്ക് പറ്റാ, ഞാൻ തല എടുത്തല. ശരിക്കിരിക്കേ. എന്താ ഉദ്ദേശം? കറക്റ്റ് ഇരിക്കാൻ പറ്റിരിക്കും. എടുത്ത കൈ പൊന്തല്ലേ, കൈ നീ. ഞാൻ തിരിയട്ടെ അവിടേക്ക് കൈ പിടിക്കാൻ പറഞ്ഞു. ഇയാളെ പിടിക്കാൻ മൂട് പൊന്തിക്കണം. കൊണ്ടുവന്നത് കേറടോ.
ഇയാൾ എന്താ ശ്വാസം കിട്ടല്ലേ അത് എന്ത് നോക്കിട്ടാണോ നിക്കണത്? നിങ്ങൾക്ക് വലിയ ആകള് മക്കള് വരും. ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഒന്ന് വന്ന് മുറിക്ക് പോലെ ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഇറങ്ങിയ ശ്വാസം കിട്ടല്ലേ അത്? വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് അറിയില്ല പറയണ്ടോ? ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് സർക്കസ് കഴിഞ്ഞോടത് കഴിഞ്ഞു. എന്റെ വാച്ച് എവിടെ? വാച്ചവിടെ കുത്തിപ്പൊട്ടിച്ച് കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട്? വില ഇത് എല്ലാ സർക്കസുകാരും അങ്ങനെയാണ്. ആദ്യം വാച്ച് മേടിച്ച് കുത്തിപ്പൊട്ടിക്കും. പോവാൻ നേരത്ത് ഒരു കേടും കൂടാതെ ആ വാച്ച് ഇങ്ങോട്ട് തിരിച്ചു തരും. അതൊക്കെ വലിയ വലിയ സർക്കസുകാരല്ലേ പ്രഭാതേട്ടാ, ഞാൻ പഠിക്കണല്ലോ.